സഭ നടത്തിയ പരിപാടിയിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ബൈബിളിലെ വാചകങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പൊതുവെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ സ്വീകാര്യനാകുന്നുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ മാരാമൺ കൺവെൻഷനിൽ അദ്ദേഹം ക്ഷണിക്കപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത, മാരാമൺ കൺവെൻഷൻ യുവവേദി പരിപാടിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഒഴിവാക്കി. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ മാരാമൺ കൺവെൻഷനിൽ അദ്ദേഹം ക്ഷണിക്കപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാരാമൺ കൺവെൻഷന്റെ യുവവേദി പരിപാടിയിൽ നിന്ന് VD സതീശനെ ഒഴിവാക്കി. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുന്നതിൽ സഭയ്ക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസം ശക്തമായതോടെയാണ് തീരുമാനം. പ്രകോപിതനാവില്ല, പ്ലീസ്.